अस्सलामुअलैकुम। यअमल दुनियाक कअन्नक तहिशु अबदन व अमली आखिरती कअन्नक तमूतु गदन। यअमल दुनियाक कअन्नक तहिशु अबदन व अमली आखिरती कअन्नक തമൂതു ഗദൻ. അതായത് ഇതിൻ്റെ അർത്ഥം പറയുന്നത്, ഈ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നേക്കുമായി ഈ ദുനിയാവിൽ ജീവിക്കും എന്ന് വിചാരിച്ച് നീ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ഞാനിപ്പോൾ മരിച്ചു പോകും എന്ന് വിചാരിച്ച് നീ പ്രവർത്തിക്കണമെന്ന്. അതായത് ലോകാവസാനം വരെ ഞാൻ ജീവിക്കും എന്ന് വിചാരിച്ച് നീ സമ്പാദിക്കുക. ലോകാവസാനം വരെ ഞാൻ ജീവിക്കും എന്ന് വിചാരിച്ച് നീ സമ്പാദിക്കുക. ഇപ്പോൾ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് നീ ഇബാദത്ത് ചെയ്യുക. ഈ ചൊല്ലിയ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഞാനിന്ന് രസകരമായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അതായത് എത്രയോ ആൾക്കാരുണ്ട് പ്രവാസ ജീവിതം ജീവിച്ച് നാട്ടിൽ വന്ന് ഒരു 50-55 വയസ്സിലെല്ലാം ആകുമ്പോഴേക്ക് വീടെടുത്ത് മക്കളെ വണ്ണം വെപ്പിച്ച് അങ്ങനെ ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും തളർന്നു നിൽക്കുന്നു. ആ നിൽക്കുന്ന സമയത്ത് ഇല്ലാത്ത രോഗങ്ങൾ, പിന്നെ കുറച്ച് ദിവസം സ്വസ്ഥ ജീവിതം എന്നും പറഞ്ഞ് നാട്ടിൽ നിൽക്കുമ്പോൾ സ്വയം അങ്ങോട്ട് പറയൂ ഞാൻ രോഗിയാണ്. പിന്നെ നാട്ടുകാരും കുടുംബക്കാരും പറയാൻ തുടങ്ങും നീ രോഗിയാണ്, അതെടുക്കണ്ട ഇതെടുക്കണ്ട അത് വെക്കണ്ട ഇത് വെക്കണ്ടെന്ന്. ഞാൻ ഇതിനൊക്കെ എതിരാ. എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി. അതായത് നമ്മളെ നാട്ടിൽ ഓരോ മഹലിൻ്റെ കീഴിലും 10 സെൻറ്റ് ഭൂമിയില്ലാത്ത ഒരു പള്ളിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചില പള്ളിക്ക് 5 ഏക്കർ സ്ഥലമുണ്ട്, 2 ഏക്കർ സ്ഥലമുണ്ട്, 1 ഏക്കർ സ്ഥലമുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുക, നമ്മൾ ഒരു ദിവസം ഒരു കർണാടക സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു 10-20,000 കോടി ഉറുപ്പ്യൻ്റെ പച്ചക്കറികൾ വരുന്നുണ്ടാകും കേരള സംസ്ഥാനത്തിന് മൊത്തം എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. ചെറിയൊരു കണക്ക് അങ്ങനെയല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് അള്ളാഹു നമുക്ക് എല്ലാ നിഅമത്തും ഭാര്യയിട്ടും കോരിയിട്ടും തന്നിട്ടുണ്ട്. എന്നിട്ടും 90% ആൾക്കാരുടെ വീട്ടിൻ്റെ രേഖ ഭദ്രമായി ബാങ്കുകളിൽ വെച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ തന്നെ പറയാം, ഭദ്രമായി ബാങ്കിൽ വെച്ചിട്ടാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. പലിശ ഹറാമാണെന്നും പലിശ എടുക്കാൻ പാടില്ല എന്നും പലിശക്ക് കൂട്ടു നിൽക്കുന്നതൊക്കെ ഹറാമാണെന്ന് പറയുന്നു. സമൂഹത്തോട് ഒരുപാട് ബാധ്യത ഉള്ള ഒരു സമുദായമാണ് നമ്മുടെ സമുദായം. അത് രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാ സംഗതിയിലും ഇടപെടേണ്ട ഒരു സമുദായമാണ്, ഒരു മതമാണ് മുസ്ലിം മതം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഏക്കർ സ്ഥലമുള്ള ഒരു പള്ളിക്ക് 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ, ഞാനിത് പറയുന്നതിന് മുമ്പ് വേറൊരു സംഗതി പറയട്ടെ. അതായത് കർണാടക സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ 10-20 കോടി ഉറുപ്പ്യൻ്റെ പച്ചക്കറി വിഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിറങ്ങുന്നുണ്ടാകുമെന്ന്. എന്തെങ്കിലും കാരണവശാൽ അവർ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടിണിയാവും. അതുമാത്രമല്ല, എക്സ്പീരിയൻസിൻ്റെ മുകളിൽ ഞാൻ പറയുന്നതാണ്. അതായത് കർണാടകത്തിലും തമിഴ്നാട്ടിലും നിങ്ങൾ പോയി തോട്ടം കാണണം. ചില യൂട്യൂബർമാർ ചില വ്യൂവിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ എടുത്തിട്ട് വിട്ടിരിക്കുന്നുണ്ടാകും. അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, അത്ഭുതപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് ഓരോ തോട്ടങ്ങളും കർണാടക സ്റ്റേറ്റുകാരും തമിഴ്നാട്ടുകാരും ഓരോ തോട്ടങ്ങളും അവർ വെച്ചിരിക്കുന്നതും അവർ നോക്കുന്നതും മക്കളെ നോക്കുന്നതിലും മേലെയാണ് അവരെ തോട്ടത്തിനെ പരിപാലിക്കുന്നത് എന്നുള്ളതാണ്. പോയിട്ട് കാണണം. ഞാൻ കണ്ട അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ചോറിട്ടിട്ട് തിന്നാൻ പറ്റും, അത്രക്കും ക്ലിയറിലാണ് അവർ തോട്ടത്തിന് വെച്ചിരിക്കുന്നത്. പിന്നെ വിഷവാതകങ്ങൾ അടിച്ച് പച്ചക്കറികളെ എത്രയും പെട്ടെന്ന് ഉത്ഭവിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓക്കെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. എത്രയോ പ്രവാസികൾ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് സ്വയം രോഗിയാണെന്ന് മറ്റുള്ളവർ രോഗിയാക്കുന്നത് എന്നുള്ളതാണ്. മെഡിസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം പറയുന്നതിനൊരു കാരണമുണ്ട്. 90 ദിവസത്തിലൊരു പ്രാവശ്യം ഓട്ടോമാറ്റിക്കലി മനുഷ്യ ശരീരത്തിൽ നിന്ന് രക്തം ചേഞ്ച് ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ?
ഞാൻ അത് ഒന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മറന്നു പോകുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രവാസ ജീവിതം മതിയാക്കിയിട്ട് വന്ന എത്രയോ ആൾക്കാരുണ്ട്. എന്ത് ചെയ്യണം എന്ന് തിരിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്നു. കുറച്ച് കടങ്ങളും ഉണ്ടാവും അതിൻ്റെ മേലയിലും. എന്താ ചെയ്യണ്ടേ, എവിടെയാണ് പോകണ്ടേ? കർണാടക സ്റ്റേറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കർണാടകത്തിലും തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു കന്നഡക്കാരനോ തമിഴനിക്കോ ലക്ഷക്കണക്കിന് ഉറുപ്പ് അഡ്വാൻസും കൊടുത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ ഫർണിച്ചറും അടിച്ച്, എന്നിട്ട് രാവിലെ മുതൽ രാത്രി വരെ കടയിലിരുന്ന് ഒരു സ്വസ്ഥ ജീവിതത്തിന് വേണ്ടി വന്നവനാണ് പിന്നെയും കടം തീർക്കാൻ വേണ്ടി ഓടുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മഹലിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങൾ, 1 ഏക്കർ ആയിക്കോട്ടെ 2 ഏക്കർ ആയിക്കോട്ടെ, അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അത് ഒരു 5-10 പേർക്ക് സുഖസുന്ദരമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, കർണാടക സ്റ്റേറ്റിലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് നോക്കണമെന്ന് ഞാൻ പറയുന്നത്. പോയിട്ട് എന്നിട്ട് ആ ഒരു 2 ഏക്കർ ആയിക്കോട്ടെ 3 ഏക്കർ കാട് പിടിച്ച് കിടക്കുകയാണ്, ഒരു ഉപകാരത്തിനുമില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മളെ സമുദായക്കാരാണ്, നമ്മളെ മതസ്ഥരാണ്, സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. എന്നിട്ടാണ് ഞങ്ങൾ ലോൺ എടുത്തിട്ടും അതായിട്ടും ഇതായിട്ടും നടക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ 1 ഏക്കർ സ്ഥലം 2 ഏക്കർ സ്ഥലം 5 ഏക്കർ സ്ഥലം കൃഷിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന 10-20 കോടി ഉറുപ്പിക കർണാടക സ്റ്റേറ്റിലോ തമിഴ്നാട്ടിലേക്കോ പോകില്ല. മൊത്തം കേരളത്തിൻ്റെ ഒരു കണക്കെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മഹലിലും 10-25 പേർക്ക് ജോലിയായി. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന കാശിൽ ഒരു കുറച്ച് ശതമാനം പള്ളിക്കെടുത്ത് ബാക്കി പൈസ തികച്ചും ഈ ജോലി ചെയ്യുന്നവർക്ക് എടുക്കട്ടെ. ഞാൻ തമാശക്ക് അറബി കുട്ടികളോട് പറയുമായിരുന്നു, എന്താ പറയലെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നാട് എന്ന് പറഞ്ഞാൽ ഹൈറുള്ള, അള്ളാഹ് ഹൈറാക്കിയ നാടാണ്. ഈ നിയമത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 10-20 കോടി ഉറുപ്പികയാണ് കർണാടക സ്റ്റേറ്റിലേക്കും എടുത്തെടുത്ത് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഞങ്ങൾ കാശ് പോകുന്നത് കർണാടക സ്റ്റേറ്റിലേക്കും തമിഴ്നാട്ടിലേക്കും പോകുന്നത്. നല്ല 1-ാം നമ്പർ വിഷം കലർത്താതെ വളം ഇട്ടിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പം പറയും അവിടെ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു 10-25 ആൾക്കാർക്ക് ഒരു ജോലി തന്നെ, ഇത്ര സമയത്ത് എത്തണം, ഇത്ര സമയത്ത് പോകണം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ പൈസ ആ മഹല്ലുകാർ തന്നെ ഒരാഴ്ച കൊണ്ട് വിചാരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന എത്രയോ ഏക്കറക്കണക്കിന് സ്ഥലങ്ങളാണ് കാട് പിടിച്ചിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. എന്തോ ഒരു മടിയന്മാറ ഞങ്ങൾ. ഒരു 10-25 പേർക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയല്ലേ ഇത്. ഒരു മഹലിൻ്റെ കീഴിൽ ഒരു 10-25 പേർക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണത്. നല്ല പച്ചക്കറി നാട്ടുകാർക്ക് തിന്നുകയും ചെയ്യാം. ഈ 10-20,000 കോടി ഉറുപ്പിയൊന്നും ഒരു ദിവസം അന്യ സംസ്ഥാനങ്ങൾക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. എന്തിനു പറയുന്നു, ഈ ആസാമിലേക്കും ബീഹാറിലേക്കും അവിടത്തേക്കും ഇവിടത്തേക്കും എന്ന് പറഞ്ഞാൽ NREയിൽ കേരളത്തിലേക്ക് വരുന്നത് 300 കോടിയാണ് പെർ ഡേ എങ്കിൽ, പെർ ഡേ ആണ് ഈ ബീഹാറിലേക്കും ആസാമിലേക്കും UP-യിലേക്കൊക്കെ കടന്നു പോകുന്നത്. വരുന്ന പൈസ അതേപോലെ കടന്നു പോവുകയാണ്. അപ്പം ഞങ്ങൾ അത് ഗവൺമെൻറ് ചെയ്യട്ടെ എന്ന് വെച്ച് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹ് നമുക്ക് എല്ലാ നിയമത്തും തന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യാം. ഒരു 4-5 ഏക്കർ സ്ഥലം എടുത്തിട്ട് ഒരു 10-25 പേര് ജോലിയിൽ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ അറബി കുട്ടികളോട് തമാശക്ക് പറയുന്നൊരു വാക്കുണ്ട്, എടാ ഞങ്ങളെ നാട് എന്ന് പറഞ്ഞാൽ കടല ഇങ്ങനെ കൊതിക്കുന്ന സമയത്ത് വീണ് പോയി കഴിഞ്ഞാൽ അതിന് വെള്ളവും കൊടുക്കണ്ട വളവും കൊടുക്കണ്ട, അത് ഓട്ടോമാറ്റിക്കലി വളർന്നു വരും. അങ്ങനത്തെ അത്രക്കും നല്ല നാടാണ് ഞങ്ങൾ. അള്ളാഹ് നമുക്ക് തന്ന നിയമത്ത് എണ്ണി പറഞ്ഞാൽ തീരാത്ത നാട്ടിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെയൊക്കെ പറയലുണ്ടേ. അപ്പോൾ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നാണ്. എല്ലാ ചോദ്യത്തിനും ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണേ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, എനിക്ക് ലൈക്ക് അടിക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നു, നിങ്ങളെ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട സെക്രട്ടറിമാരും അവരും ഇവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മെസ്സേജ് അയക്കണം. കാരണം എത്രയോ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്നവർ പോയിട്ട് പിന്നെയും കർണാടക സ്റ്റേറ്റിലായാലും തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പിന്നെയും അവർ കടക്കാരാകുകയും, ഭാര്യയില്ല, മക്കളില്ല, മക്കളെ കാണാൻ പറ്റുന്നില്ല, ആ അവസ്ഥയിൽ മക്കളെ തലോലിക്കേണ്ട സമയമാണ്. ഇങ്ങനെ ഒരു 10-25 പേർക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അത് മാത്രമല്ല, വേറൊരു സംഗതി ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഞാൻ പറയുന്ന പൊട്ടത്തിലാണെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞേ, പക്ഷെ ഞാനിത് പറയണം എന്നുള്ളത് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. അതായത് പെപ്സിൻ്റെ ബോട്ടിലായാലും അതായാലും ഇതായാലും കവറായാലും അത് ഇതുമായിട്ട് ഒരു 50 ഗ്രാംസ് എങ്കിലും പുറം തള്ളപ്പെടുന്നുണ്ട് ഒരു ദിവസം.
അതേപോലെ തന്നെ ഇരുമ്പും ഒരു ദിവസം 50 ഗ്രാംസ് തള്ളപ്പെടുന്നുണ്ടാവും. 2 ബക്കറ്റ് നിങ്ങളവിടെ കൊണ്ടുപോയി വെക്ക്. എന്നിട്ടൊരു ഇൻഡസ്ട്രി ഉണ്ടാക്ക്. ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, ഒരു GI ഇൻഡസ്ട്രി. എന്തിനാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇതെല്ലാം കടത്തുന്നത്? നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട്. പഠിച്ചു നമുക്ക് ഭാര്യയിട്ടും കോരിയിട്ടും തന്നിട്ടുണ്ട്, അത് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക്, പറഞ്ഞത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക്. സമോനി ചോദ്യറിഹിസ് ഹക്കും നബിയെ പോകും, സീനത്തിൻ കടലായ യൂസുഫ് അയ്യൂബും, കരുണരാ സക്കരിയ യഹ്യ ജലാം, തിരുനബി സമൂസ അലൈഹിസ്സലാം, തിരുനബി സമൂസ അലൈഹിസ്സലാം. ആദ്യത്തെ അബുൽ ബഷർ ആദൻ നബിയും മാതാവ, ഇബ്രീത്ത് നബിലുഹ് നബിയുല്ലാ. അസ്സലാമു അലൈക്കും. സമോനി.